ഈ വരുന്ന ബുധനാഴ്ചക്കുള്ളിൽ 4-ാം തീയതിക്കുള്ളിൽ ആ ഇലക്ട്രിക് പോസ്റ്റ് അവിടെ നിന്ന് മാറ്റുവാനും അതിന് ഫ്രീ ലെഫ്റ്റ് ഉണ്ടാക്കേണ്ട സംവിധാനം അവിടെ ഒരുക്കുവാനും ആണ് അവരുടെ തീരുമാനം. പെരിന്തൽമണ്ണയിലെ ബസ് ഓണേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് കമ്മിറ്റിയും ബസ് തൊഴിലാളി യൂണിയൻ CITയും സംയുക്തമായി പെരിന്തൽമണ്ണയിൽ ഫെബ്രുവരി 3-ന് സൂചനാ പണിമുടക്കും, ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരമൊക്കെ ആഹ്വാനം ചെയ്തിരുന്നു. അപ്പോൾ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഐഷ കോംപ്ലക്സിന് സമീപമുള്ള ആ സിഗ്നൽ സംവിധാനം അത് ഫ്രീ ലെഫ്റ്റ് ഇല്ല. അപ്പോൾ ബസ്സുകളുടെ സമയക്രമം പാലിക്കാതെ പല ട്രിപ്പും മുടക്കേണ്ട അവസ്ഥയുണ്ട്. അതുകൂടാതെ മറ്റ് ആവശ്യങ്ങളും അവർ തന്നെ പറയും, ആവശ്യങ്ങളും അവർ ഉന്നയിച്ചിരുന്നു. ഇത് പ്രധാനമായിട്ട് ജൂബിലി റോഡിന്റെ കാര്യമാണ്. ആ റോഡ് പണി തുടങ്ങിയിട്ട് കാലം കുറയായി, ഇപ്പോഴും അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പോയി പരിശോധിക്കേണ്ടി വരും. അതും ബസ് ഓണേഴ്സിനെയും ബസ് തൊഴിലാളികളെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഇന്ന് നഗരസഭയിൽ എത്തി നഗരസഭാ ഭരണാധികാരികളുമായി ഇവർ ചർച്ച നടത്തി. അതിനുശേഷം ഇനി ബസ് സമരം എങ്ങനെയാണ് എന്ന് അവർ തന്നെ പറയട്ടെ. ഇപ്പോൾ ചർച്ച നടത്തിയതിനു ശേഷം എന്താണ് അവരിൽ നിന്ന് കിട്ടുന്നത്? എന്തെങ്കിലും ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? ബസ് സമരം മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ബസ് സ്റ്റാൻഡുമായി സിഗ്നലുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ജൂബിലി റോഡുമായി ബന്ധപ്പെട്ടും ഞങ്ങൾ കഴിഞ്ഞ ദിവസം പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുകയുണ്ടായി. ആ ചർച്ചയിൽ എടുത്ത തീരുമാനം, ആ ചർച്ചയിൽ PWD അതുപോലെ തന്നെ KSEB, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, മുനിസിപ്പൽ ചെയർമാൻ, വൈസ് ചെയർമാൻ, ബസ് ഉടമകൾ, ബസ് ജീവനക്കാർ എല്ലാവരും പങ്കെടുത്തിരുന്നു. അതിൽ ഞങ്ങളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ഈ വരുന്ന ബുധനാഴ്ചക്കുള്ളിൽ 4-ാം തീയതിക്കുള്ളിൽ ആ ഇലക്ട്രിക് പോസ്റ്റ് അവിടെ നിന്ന് മാറ്റുവാനും അതിന് ഫ്രീ ലെഫ്റ്റ് ഉണ്ടാക്കേണ്ട സംവിധാനം അവിടെ ഒരുക്കുവാനും ആണ് അവരുടെ തീരുമാനം. അതുപോലെ തന്നെ ജൂബിലി റോഡിൽ കുണ്ടും കുഴിയും തൂർത്ത് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ 2 തീരുമാനങ്ങളും ബുധനാഴ്ചക്കുള്ളിൽ നടന്നിട്ടില്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച മുതൽ വീണ്ടും ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ അനിശ്ചിതകാല സൂചനാ പണിമുടക്ക് നടത്താനാണ് ഇന്ന് കൂടിയ യോഗത്തിൽ ബസ് ഉടമ സംഘത്തിന്റെയും ബസ് ജീവനക്കാരുടെ യൂണിയന്റെയും തീരുമാനം എന്ന് എല്ലാവരെയും അറിയിക്കും. ജില്ലാ ബസ് തൊഴിലാളി യൂണിയൻ CITU ഏരിയ സെക്രട്ടറി അംസ കൂടി നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ ഈ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ ഇവരോട് അവതരിപ്പിച്ചു. അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നല്ല, ഇതൊക്കെ ഉറപ്പായിട്ടും നടപ്പാക്കാമെന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ ഈ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ അത് ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ അടിയന്തരമായി അടുത്ത 4-ാം തീയതി തന്നെ അവരതിന്റെ തീരുമാനം എടുക്കുമെന്നും അത് അവർക്ക് അവിടെ തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ആയിഷ ജംഗ്ഷനിലുള്ള 2-3 പോസ്റ്റുകളാണ്. ആ പോസ്റ്റുകൾ അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ ഫ്രീ ലെഫ്റ്റ് തിരിയാനുള്ള ഒരു സംവിധാനം നടത്തി തരാമെന്നാണ് ചെയർപേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് ജൂബിലി റോഡിലെ ശോചനീയാവസ്ഥ, അത് കുറച്ച് നീണ്ടുപോകും. എന്നാലും നിങ്ങൾക്ക് ബസ്സുകാർക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ, കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഗതാഗത യോഗ്യമാക്കി തരേണ്ട രീതിക്ക് ആ റോഡും പണി തീർത്തു തരാമെന്ന കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ 3-ാം തീയതി നടത്താനിരുന്ന സമരം പിൻവലിച്ചിട്ടുള്ളത്. ഇനി ആ ഉറപ്പ് അവർ പാലിക്കാതെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 9-ാം തീയതി തിങ്കളാഴ്ച ഇതേപോലെ നോട്ടീസൊന്നും കൊടുക്കില്ല, ഞങ്ങൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് തീരുമാനമായിട്ടുള്ളത്. കേരളത്തിൽ സ്വകാര്യ ബസ് വ്യവസായം പല ഭാഗത്തും തകർച്ചയിലാണെന്ന് തന്നെ പറയേണ്ടി വരും. പല ബസ് ഉടമകളും നഷ്ടം സഹിച്ച് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ പലരും ഇനിയും നഷ്ടം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് നിർത്തിവെച്ചു. അതുപോലെ തന്നെ അവസ്ഥയാണ് പെരിന്തൽമണ്ണയിൽ ഈ മേഖലയിലൊക്കെ ബസ് ഉടമകളുടെ അവസ്ഥ. പലപ്പോഴും രണ്ടറ്റം കൂട്ടിമുട്ടിക്കുക എന്നൊക്കെ പറയില്ലേ, അതായത് തൊഴിലാളികളെ കുറിച്ച് അങ്ങനെ പറയാറ്. അക്കാര്യത്തില് മുതലാളിമാർ ഒരുപോലെ തന്നെയാണ്. അവസാനം രാത്രിയിൽ തൊഴിലാളികൾക്കൊക്കെ പണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് മുതലാളിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് മുതലാളി അങ്ങോട്ട് ചോദിക്കണേക്ക് മുമ്പ് തൊഴിലാളികൾ പറയും, മുതലാളി ഇന്ന് ബാക്കിയൊന്നുമില്ല, നാളെ നോക്കാമെന്ന് പറയേണ്ട അവസ്ഥയാണ്. പല ബസ് ഉടമകളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, തൊഴിലാളികളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ബസ് വ്യവസായം തന്നെ, സ്വകാര്യ ബസ് വ്യവസായം തന്നെ ഏതാണ്ട് തകർച്ചയുടെ വക്കീലാണെന്ന് പറയാം. ഏത് പാർട്ടി ഭരിച്ചാലും KSRTCയുടെ സംരക്ഷണം പിന്നെ സർക്കാർ പൊതുമേഖലയിലുള്ളതാണ്. സ്വകാര്യ ബസിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ഉറപ്പോ അല്ലെങ്കിൽ ഒരു ചേർത്ത് പിടിക്കലോ ഇല്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് പോകുമ്പോഴാണ് സമയക്രമം പാലിക്കാതെ ട്രിപ്പ് മുടങ്ങി ഓട്ടം നിന്ന് അവസാനം ഈ നഷ്ടമൊക്കെ സഹിച്ച് എങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്നേ? മുന്നോട്ട് പോകല്ലാതെ വേറെ മാർഗമല്ല. അതിനു വേണ്ടിയിട്ട് തന്നെ ഇപ്പൊ ഞങ്ങൾ അവസാനമായിട്ട് ഈ സമര നോട്ടീസ് കൊടുത്തത്. കാരണം
ഇവിടുന്ന് ഓരോ മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് മഞ്ചേരിക്കും മലപ്പുറത്തും കോട്ടയത്തേക്കും ഒക്കെ വണ്ടികൾ പോകുന്നത്. അത് ഈ സിഗ്നലിൽ തന്നെ 3-4 മിനിറ്റ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ മലപ്പുറം മഞ്ചേരി പോണ ബസ്സാണെങ്കിൽ അതുവരെ ഞങ്ങൾ ഓവർ സ്പീഡിന് പോകേണ്ടി വരികയാണ്. മാനസിക സമ്മർദ്ദം തൊഴിലാളികൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഓവർ സ്പീഡ് പോകുമ്പോൾ വണ്ടിക്കുള്ള ഡാമേജുകൾ അത് മുതലാളി സഹിക്കണം. അങ്ങനെയൊക്കെ തന്നെ അവസാനമായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ നിയമസഭയിൽ മറ്റേ ബജറ്റ് അവതരണത്തിൽ KSRTCക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഒക്കെ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ഈ പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ 7500 ബസ്സും അതിലെ ജീവനക്കാരും കേരളത്തിലുണ്ട്. അവരെ തീരെ കാണാതെ പോയൊരു ബഡ്ജറ്റാണ് ഇപ്പം ഉണ്ടായിട്ടില്ലേ. അതും കൂടി പറഞ്ഞു പോവാണ്. കാരണം ഞങ്ങൾക്ക് വേറെ ഒരു ഈ മുതലാളി ബസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ തൊഴിലാളിക്ക് പണി. പിന്നെ അത് വൈകുന്നേരം വരെ ഓടി അവിടെയും ഇവിടെയും ബ്ലോക്കൊക്കെ കഴിഞ്ഞ് വന്ന് കിട്ടിയത് അതുകൊണ്ട് പോകേണ്ട ഒരു ഗതികേടാണ്. അതിനിപ്പോൾ ഇവിടെ നമ്മളൊരു കഴിഞ്ഞ സമര നോട്ടീസ് കൊടുത്തപ്പോൾ കുറേ ആളുകളെ കമന്റ് കണ്ടു. CIT-കാർ ഇതുവരെ ഉറങ്ങിയായിരുന്നു. ഈ CIT-കാർ ഉറങ്ങാൻ അന്ന് മുനിസിപ്പാലിറ്റി ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് കുറെയൊക്കെ അവർ കണ്ണ് ഇമ്പിയിരുന്നു. ഇപ്പൊ അതല്ല, മുനിസിപ്പാലിറ്റി മാറിന്റെ പിറ്റേ ദിവസം തന്നെ ഈ സിഗ്നൽ ഓണായത്. 13.5 കൊല്ലം ആ സിഗ്നൽ ഓഫായി കിടന്നിരുന്നതാണ്. അത് ഈ മുനിസിപ്പാലിറ്റി വന്ന് പിറ്റേ ദിവസം അത് ഓണായി. ഇതാണ്. അപ്പൊ അതിന് ഞങ്ങൾ മുണ്ടായിരിക്കണം എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ സമരത്തിൻ്റെതായിട്ട്. ഏതായാലും ഇപ്പൊ മുനിസിപ്പൽ അധികാരികളുടെ ഒരു പോലീസ് അധികാരികളും എല്ലാവരും ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ അവരൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. 3-ാം തീയതി ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചു. 4-ാം തീയതി അവര് പോസ്റ്റ് മാറ്റുന്ന ജോലികൾ KSEB ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, അവരത് ഏറ്റിട്ടുണ്ട്. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ജൂബിലി റോഡ് ഇപ്പോൾ സെക്രട്ടറി പറഞ്ഞ മാതിരി തന്നെ ജൂബിലി റോഡ് താൽക്കാലികമായിട്ട് അറ്റകുറ്റപ്പണി പച്ച പൊളിഞ്ഞടക്കുക. ആ ജൂബിലി റോഡ് കൂടി യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അതിലിപ്പോൾ ഒരാളെന്തോ പറഞ്ഞു ജൂബിലി റോഡ് ഇന്നും നിലയിൽ വന്നോന്നല്ല കേട്. സംഭവം ഇത് നേരാവുന്നില്ല പ്രതീക്ഷയുടെ. ഈ ബസ്സുകാരൊക്കെ തിരിഞ്ഞും മറിഞ്ഞും പോയിന്ന കണ്ടീന്നാണ് ഈ നാട്ടുകാരൊക്കെ. അപ്പൊ ഒന്നുമല്ല, ആരോടും പ്രതികാരം എന്നല്ല പറയണത്. പക്ഷെ പറഞ്ഞതിന് CIT ഒരു വക്താവ് എന്നല്ല പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു പോയത്. ഓക്കെ, ഏതായാലും ബസ് ഉടമകളും ബസ് തൊഴിലാളികളും ഒക്കെ പറയുന്ന ഇത് ന്യായമായ ആവശ്യങ്ങളാണ്. കാരണം ഈ പെരിന്തൽമണ്ണ നഗരത്തിൽ നിന്നും ബസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ, ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഓട്ടത്തിൽ മലപ്പുറം ഭാഗത്തേക്കാണെങ്കിൽ അങ്ങാടിപ്പുറം എന്ന ഒരു കുരുക്ക് വഴി പോകേണ്ടി വരും. ഈ സിഗ്നലിലാണെങ്കിൽ 4 മിനിറ്റൊക്കെ കെട്ടിക്കിടന്നിട്ട് പിന്നെ പോയി കഴിഞ്ഞാൽ ടൈമൊന്നും ശരിയാവൂല. അപ്പോൾ ഈ സ്വകാര്യ ബസ്സുകൾ നിലനിൽക്കേണ്ടത് നാടിന്റെ ആവശ്യമാണ്. പല സ്ഥലങ്ങളിലേക്കും സ്വകാര്യ ബസ്സുകൾ ഉള്ളത് കൊണ്ടാണ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ യാത്ര ചെയ്യുന്നതും അതുപോലെ തന്നെ പഠിക്കാൻ പോകുന്നതും. അപ്പോൾ ഈ സ്വകാര്യ ബസ് വ്യവസായത്തെ പിടിച്ചു നിർത്തേണ്ടത് അധികാരികളാണ്. അധികാരികൾ ഇവരുടെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ കേട്ടിട്ട് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. അവരെ വലിയൊരു സമരത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വിദ്യാർത്ഥികളടക്കമുള്ള പലരുടെയും പഠനത്തിന്റെ കാര്യം വരെ വെല്ലുവിളിയിലേക്കാവും. അതുകൊണ്ട് അധികൃതർ എന്തായാലും എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സംഭവിക്കണമെന്നാണ് ജനങ്ങളും ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ക്യാമറമാൻ ബുജേർ സാദിഖിനൊപ്പം ജബ്ബാർ വേണ, ചാനൽ 10, പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.